എവ്രിവൺ. സോ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് മിനി വേർഷൻ അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം കേട്ടോ. കാരണം എനിക്ക് എടുത്തിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റാണ്ട് പോയൊരു വ്ളോഗാണിത്. ഇപ്പോൾ രാവിലെ എണീറ്റതും പിന്നെ ബെഡ് സെറ്റ് ചെയ്തതും ബ്രഷ് ചെയ്യണ വീഡിയോസൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യണില്ല. കാരണം അതൊക്കെ എൻ്റെ മുന്നത്തെ വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അത് കാണിച്ച് ക്ലീശ ആക്കണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ താഴെ പോയി. താഴെ ദോശയാണ്. ഇവിടെ നമ്മൾ ചെന്നാൽ ഒരു 9 മണി വരെ ഇങ്ങനെ ചൂടോടെ ദോശ പ്രിപ്പയർ ചെയ്ത് തരും കേട്ടോ. പക്ഷെ 9 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചുട്ടു വെച്ച തണുത്ത ദോശ നമ്മൾ കഴിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ഇന്ന് എന്തായാലും ചൂടോടെ ദോശ കിട്ടി. പിന്നെ അതും പിന്നെ ചട്നി ഉണ്ടായിരുന്നു, പിന്നെ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ദോശയും ചട്നിയും അതിൻ്റെ കോംബോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും. അപ്പോൾ ചായയൊക്കെ കുടിച്ച് മുകളിലോട്ട് വന്നതിന് ശേഷം എനിക്കിന്ന് ഒരു പണി ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ എന്താണ് ചെയ്യാമെന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം സാധാരണ ഒഴിവുള്ള ദിവസം അലക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. ഇന്നാണെങ്കിൽ അലക്കാനും ഒന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ചെയ്തുകൊണ്ട് അതൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ അവിടെയുള്ള എൻ്റെ യൂക്കുലേലൊക്കെ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ പ്ലേ ചെയ്യാനൊക്കെ നോക്കി. പക്ഷെ എനിക്ക് ഒന്നും അവിടെ സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ഒക്കെ എനിക്ക് മടുത്തു. അപ്പോഴാണ് ഞാൻ കരുതിയത് ഒരു സാധനം കാണിച്ചു തരാമെന്ന്. ഇത് ഞാനിപ്പോൾ അടുത്ത് ലുലു മോളിൽ ഇപ്പോൾ മേടിച്ച ഒരു മിററാണ് കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടാണ്. ഒരു ഞണ്ടിൻ്റെ ഷേപ്പിലുള്ള ഫ്രെയിമൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിത് വെറുതെ ഒന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ അങ്ങനെ നോക്കുമ്പം അവിടെ എൻ്റെ ചെറിയൊരു ലിപ്സ്റ്റിക് ഉണ്ട്. അതൊക്കെ എടുത്ത് ഞാൻ വെറുതെ ഇട്ട് സ്റ്റൈലാക്കണമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അത് നൈസായിട്ടൊന്ന് പൊട്ടിയും പോയി. അപ്പോൾ ഞാൻ കരുതി ഒന്ന് ക്ലീൻ ആക്കാമെന്ന്. റൂം ഫുള്ളൊന്നുമല്ല കേട്ടോ. എൻ്റെ സാധനങ്ങളൊക്കെ വെച്ച കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോന്നും ഓരോ സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് വെച്ച് ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യമൊക്കെ ഓരോന്നിനും ഓരോ പെട്ടി, മേക്കപ്പിനൊന്ന് സ്കിൻ കെയറിനൊന്നും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരക്കിട്ട് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് പോകുമ്പം ഏതിലെങ്കിലുമൊക്കെ ഇട്ടിട്ടൊരു പോക്കാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാത്തിനും ഒരു ഓർഡർ ഇല്ലാതെ ഓരോന്നും ഓരോ പെട്ടിയിലായിട്ട് കിടക്കുകയാണ്. മേക്കപ്പും സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ കൂടെ മിക്സ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒന്നും മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇതിനിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും ഗൈസ് ഇതിന്. അപ്പോൾ വൃത്തിയാക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് അതിലൊരു ബോക്സിൻ്റെ മുകളിലൊക്കെ നിറയെ പൊടിയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ബാക്കി പരിപാടിക്ക് കിടക്കാമെന്ന് വിചാരിച്ച് ഞാനതൊക്കെ ഒന്ന് ആദ്യം തുടച്ച് അങ്ങനെ അതിലുള്ള സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. ഞാൻ ആ പെട്ടി തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ കണ്ടിട്ട് എൻ്റെ തല ഇറങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ അങ്ങോട്ട് ചെയ്യാം, എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഓരോ കാറ്റഗറി ആയിട്ട് മാറ്റി വെക്കണമായിരിക്കും പിന്നെയും ബെറ്റർ എന്ന്. അങ്ങനെ ഞാനൊക്കെ അവിടെ തട്ടി പെട്ടിയൊക്കെ തുടച്ച് ഞാൻ പണി തുടങ്ങി. ഇത് അത്യാവശ്യം കുറച്ച് ടൈം എടുത്തിട്ട് ഞാൻ ചെയ്തൊരു പണി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം ടൈം ലാപ്സ് ഇട്ടിട്ട് കാണിക്കുന്നത്. കാരണം ഒന്നുമില്ല പ്രത്യേകിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ട ഒരു വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും എസെൻഷ്യലായിട്ട് പെട്ടെന്ന് വേണ്ട സംഭവങ്ങളൊക്കെ, അതായത് മോയ്സ്ചറൈസേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ആ ഒരു പൗച്ചിലിട്ടിട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പെട്ടെന്ന് എടുക്കും ചെയ്യാമല്ലോ. ഇങ്ങനെ പെട്ടിയൊക്കെ തുറന്നെടുക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ആദ്യം തന്നെ ആ പൗച്ചിലേക്ക് മാറ്റി. പിന്നെ ബാക്കിയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ ആ നീല പെട്ടിയില്ലേ അതിൻ്റെ അകത്തോട്ടിട്ട്. അപ്പോൾ ആ വൈറ്റ് ബോക്സിൽ ഞാനിപ്പോൾ വെക്കാൻ വിചാരിക്കുന്നത് ഷാമ്പൂ, മോയ്സ്ചറൈസർ, കണ്ടീഷണർ, ഷവർ ജെല്ല്, ഫേസ് വാഷ്, റേസർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതായത് ഇപ്പോൾ ബാത്റൂമിൽ എല്ലാം കൂടെ വെക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ ബോക്സുമായിട്ട് കുളിക്കാനൊക്കെ പോയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എല്ലാം ഒപ്പരം വെച്ചാൽ മതിയല്ലോ. അപ്പോൾ സുഖമായല്ലോ കാര്യങ്ങൾ. ഐഡിയ എങ്ങനെയുണ്ട്? അപ്പോൾ ഇതൊക്കെ വർക്കൗട്ട് ആയാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ ഇതൊക്കെ അടുക്കി പെറുക്കി വെച്ച് പിന്നെ ഇതൊക്കെ ഈ സൈഡിലുള്ള ഈ ചെറിയ ടേബിളിൽ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ടേബിൾ ഫുള്ള് പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. പിന്നെ അതൊക്കെ ഞാനൊരു തുണി വെച്ച് തുടച്ച് പിന്നെ ഞാനിതൊക്കെ അടുക്കി പെറുക്കി ആ ടേബിളിൽ സെറ്റ് ചെയ്തപ്പോൾ ഇത്രയൊക്കെ വൃത്തിയായുള്ളൂ. അത് ഇത്രേ ആവണുള്ളൂ ഗൈസ്, എന്താക്കാനാണ്. അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് വേസ്റ്റ് ഇടാൻ വേണ്ടി പോയപ്പോഴാണ് പുറത്ത് ഞാൻ പണ്ട് വാങ്ങി വെച്ചൊരു ചെമ്പരത്തീൻ്റെ ചെടി കണ്ടത്. ഇതിപ്പോൾ ഇപ്പോഴേലൊക്കെ വെള്ളം ഒഴിക്കാറുള്ളൂ. അപ്പോൾ അത് വാടിപ്പോടല്ലോ വരച്ച് ഞാൻ അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. ഈ ആഴ്ചത്തെ മൊത്തം പണിയും തീർന്നു എന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഇരുന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കായിരുന്നു. അപ്പോൾ ഞാൻ കരുതി കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാം, വീക്കെൻഡ് അല്ലേന്ന്. അങ്ങനെ ഫേസ് പാക്കൊക്കെ തപ്പിപ്പം അതിൽ ആകെ ഉണ്ടായിരുന്ന ഫേസ് പാക്കൊക്കെ തീർന്നുണ്ട്. പിന്നെ കിട്ടിയതൊരു ഗോൾഡൻ ഫേസ് പാക്കാണ്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അത് തേക്കാമെന്ന് വിചാരിച്ച് ബ്രെയിൻ തിന്ന സോംബീനെ ചുണ്ടിങ്ങനെയാണ്.
ഹോസ്റ്റലിലെ സ്ട്രഗിൾസ്. അറിയാതെ വന്നൻ ജീവനിൽ അറിയാതെ അറുപാതിയായി എന്നുള്ളിൽ നീ വളരുന്നുമായാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായി നിലാവേ തുടിക്കും പരന്നേരാം നമുക്കായി മറക്കും അങ്ങനെ ഇതോടെ ഞങ്ങളുടെ സ്കിൻ കെയർ പ്രവർത്തനങ്ങളൊക്കെ അവിടെ തീരുകയാണ്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കേണ്ട വത്തക്ക ഉണ്ടായിരുന്നു. വത്തക്ക തിന്നാന്ന് വിചാരിച്ചു വത്തക്ക എടുത്ത് സ്കൂപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. വത്തക്കയ്ക്കൊരു ഫ്ലേവർ കുറവുള്ള പോലെ അടിപൊളി. കാരിദേവന്റെ കൈ പോലെയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ ഇതുവരെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ഈ വ്ളോഗെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ പറയാമെന്ന് അറിയില്ല, പക്ഷെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ആദ്യം ബ്ലെൻഡറിലിട്ടിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ബ്ലെൻഡറിലെ ചാർജ് തീർന്നത് പകുതി വഴിക്കാണ് അറിഞ്ഞത്. പിന്നെ ഞങ്ങൾ അതൊക്കെ തിരിച്ച് വീണ്ടും വത്തക്കേൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് വെച്ച് ക്രഷ് ചെയ്തിട്ട് അതിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് മൊത്തം മിക്സ് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. സ്പൂൺ എടുക്കുന്നു. ഓക്കെ, ഇതിൻ്റെ കുറച്ച് ഐസ്ക്രീം കൂടെ അടിച്ചാണല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ അടിച്ചിട്ട് എൻ്റെ വീട്ടിൽ ഐസ്ക്രീം വാങ്ങിക്കൊണ്ടിരിക്കും, ഫ്രോസൺ ഡെസേർട്ട്. പറയരുത്. പക്ഷെ ഐസ്ക്രീം ഒന്നുമില്ല, ഹെൽത്തിയാണ്. പഞ്ചസാര കേട്ടൊന്നുമില്ല, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് കുറച്ച് യൂസ് ചെയ്യണം.